ലോകം ഉറ്റുനോക്കുന്ന ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഇറാൻ അമേരിക്ക ആണവ ചർച്ച ഇന്ന് മസ്കറ്റിൽ. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് അമേരിക്കയുടെ ഭീഷണിക്ക് ഇറാൻ വഴങ്ങിയതോടെയാണ് തീരുമാനം. ഒമാൻ ഉൾപ്പെടെ അറബ് രാജ്യങ്ങളുടെ നയതന്ത്ര നീക്കവും നിർണായകമായി. യുദ്ധഭീതി നിലനിൽക്കുന്നതിനിടെയാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകൾ നടക്കുന്നത്. ആണവ കരാറുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ നീക്കാനും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനും ചർച്ചകൾ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ഖത്തർ, തുർക്കി, ഈജിപ്ത് എന്നിവരുടെ മധ്യസ്ഥതയിലാണ് ചർച്ച. US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ യോഗത്തിലുണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. US ആവശ്യപ്പെടുന്നതുപോലെ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്നാണ് ഇറാന്റെ പക്ഷം. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്താനും ഇറാൻ ഒരുക്കമല്ല. ആണവ വിഷയത്തിന് പുറമെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, മേഖലയിലെ പ്രോക്സി സംഘടനകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ, ഇറാനിൽ നടക്കുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ എന്നിവയും ചർച്ചയിൽ ഉൾപ്പെടാമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിനുമുള്ള ഇറാന്റെ തന്ത്രപരമായ നീക്കമായാണ് ചർച്ചയെ കാണുന്നത്. തുർക്കിയിൽ നടത്താനിരുന്ന ചർച്ച മസ്കറ്റിലേക്ക് മാറ്റണമെന്ന ഇറാന്റെ നിർദ്ദേശം അമേരിക്ക അംഗീകരിച്ചതോടെയാണ് ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയത്. പ്രാദേശിക സമയം രാവിലെ 10 മണിയോടെയാണ് ചർച്ച ആരംഭിക്കുക. ചർച്ചകൾ മേഖലയിലെ സമാധാന ശ്രമങ്ങളിൽ നിർണായകമാകും. ന്യൂസ് ഡെസ്ക്, അമൃത TV.